അപ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അനാലിസിസാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ പലർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ പലരും ചോദിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ലെവൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ടെലിഗ്രാമിനകത്തൊരു പുതിയതായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്പെസിഫിക്കലി ഓപ്ഷൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ ലെവൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ട്രേഡിൻ്റെ അനാലിസിലോട്ട് പോവാം. നമുക്ക് ഞാനിവിടെ കാണാൻ പറ്റും, ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ 47,800 പുട്ട് ഓപ്ഷനിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. 10 മണിക്കായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. 118 റേഞ്ച് എൻട്രി എടുക്കുകയും അത് എക്സിറ്റ് ചെയ്തത് 194 റേഞ്ചിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 118 റേഞ്ചിൽ എൻട്രി എടുക്കുകയും ഇവിടെ നിങ്ങൾ ഓർഡർ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ആക്ച്വലി ഇത് ഈ ഒരു 74 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു റിജക്ഷൻ വന്നത് ശരിക്കും ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് അത് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിറ്റ് ചെയ്യാതെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്യാതെയാണ് ഞാൻ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പൊസിഷനായിട്ട് പോയതുകൊണ്ടാണ്. അത് 47,800 ഒരു റൈറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. റൈറ്റിംഗ് ഇനഫ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു റിജക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതോർത്ത് കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ എൻട്രി എടുത്തത് 118 റേഞ്ചും അത് എക്സിറ്റ് ചെയ്തത് 195 റേഞ്ചിന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 1:2 അടുത്ത് റിസ്ക് റിവാർഡ് എന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു റിജക്ഷൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതായത് ആ ഒരു പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഓർഡറിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പൊസിഷനിൽ പോയി എക്സിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് റിജക്ഷൻ വന്നത് ഈ ഓർഡർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു ട്രേഡിൻ്റെ അനാലിസിലോട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് 10 മണിക്ക് എൻട്രി എടുക്കുകയും ഒരു 15 മിനിറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു ഓപ്ഷൻ കീപ്പ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ആവാനുണ്ടായത്. 1:2 അടുത്ത് റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. യെസ്, അപ്പോൾ നിഫ്റ്റി ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് നിൽപ്പുണ്ട്. അതായത് ഈ ലോങ് ടേം മിഡ് ടേം ട്രെൻഡ് എന്ന് പറയുന്നത് ബീറിഷ് തന്നെയാണ്. ആ ബീറിഷിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യത്തിനകത്ത് ഞാൻ ആക്ച്വലി ബീറിഷ് ആയിരുന്നു. നിഫ്റ്റിയുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിനാണെങ്കിലും ബീറിഷാണ്. അത് പറയുന്ന റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇതിൽ സെല്ല് ചെയ്തവരുണ്ടാവും. ഓക്കെ, ഈ ഒരു ഹൈ എന്ന് സെല്ല് ചെയ്തവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് എന്ന് പറയുന്നത് ബീറിഷ് തന്നെയാണ്, അല്ലെങ്കിൽ മീഡിയം ടേം ട്രെൻഡ് എന്ന് പറയുന്നത് ബീറിഷ് തന്നെയാണ്. ആ ഒരു ഇതിൽ സെല്ല് ചെയ്തവരുണ്ടാവും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസും അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും ഇത് തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു ഷോർട്ട് സെല്ല് ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും അവർ സെല്ല് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സെല്ല് ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ ഇവിടെ ബൈ പൊസിഷൻ പോകാനായിട്ടും പുതിയ ബൈ പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്റ്റ് ആ ഒരു സപ്പോർട്ട് സോണിൽ വന്നിട്ട്, നിഫ്റ്റിയുടെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് ഇവിടെ ബൈ ചെയ്തവരൊക്കെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ ബൈ ചെയ്തവരൊക്കെ അവരുടെ റിവാർഡ് മിക്കപ്പോഴും ഈ ഒരു ഹൈ തന്നെ ആയിരിക്കും. ഈ ഒരു ഹൈയിലായിരിക്കും അവരുടെ റിവാർഡ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അല്ലെങ്കിൽ അവർ ഈ ഒരു ഇത്രയും എത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ചെറുതായിട്ട് അവിടെ ഒന്ന് ആ സൈഡിൽ നിന്ന് ഒന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. അത് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് സോൺ 22,232 22,300 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണാണ്. അത് പറയാനുള്ള റീസൺ ജസ്റ്റ് നിങ്ങളിവിടെ നിന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ നിന്ന് വന്നിട്ടുള്ള സെല്ലിങ് നമുക്ക് ഡേറ്റ് 18 ഏപ്രിൽ ഇവിടെ വന്നിട്ടുള്ള സെല്ലിങ്, ഈ ഒരു ക്യാൻഡലിലെ സെല്ലിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അഗ്രസീവായിട്ട് ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ വന്നപ്പോഴും ഡേറ്റ് പറയുന്നത് മെയ് 9 ഈ ഒരു സൈഡ് വന്നപ്പോൾ, അതായത് കറക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ മീറ്റ് ചെയ്തപ്പോൾ ഒരു അഗ്രസീവ് സെല്ലിങ് നടക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് 22,300 അല്ലെങ്കിൽ ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾസിനെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതും പോരാഞ്ഞിട്ട് ഞാൻ ഇന്ന് മൂവിങ് ആവറേജ് കാണിച്ചു തരാം. യെസ്, അപ്പോൾ മൂവിങ് ആവറേജിൻ്റെ നോക്കുന്ന സമയത്തും ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ചെയ്തവരുണ്ടാവും. ആ ഷോർട്ട് ചെയ്തവർ ഇവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പുൾ ബാക്ക് ഇന്ന് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഷോർട്ട് ചെയ്തവരുണ്ടാവും, ഈ ഒരു ഏരിയ പൊട്ടുന്ന സമയത്ത് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഷോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ഉണ്ടായത്.
ഇപ്പോൾ 2-3 റീസൺസ് ആയി അല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ 1 ഹവറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ. 22-300 ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ഒന്ന് ഹൈ പോയിരുന്നെങ്കിലും കറക്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തപോലെ തന്നെ ഒന്ന് ബുൾസിനെ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് 5 മിനിറ്റ്സിൽ നോക്കിയാൽ കറക്റ്റായിട്ട് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഈ ഒരു പൊസിഷൻ ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തവരും അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് വ്യൂ ഉള്ളവരും ഒക്കെ വീണ്ടും അവിടെ പൊസിഷൻ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ പൊസിഷൻ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 5 മിനിറ്റ്സിൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ബുള്ളിഷ് സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു ഹൈ, അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈ എന്ന് പറയുന്നത്, ആ ഒരു ഹൈയിൽ കറക്റ്റ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഡേ ഹൈ എന്ന് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പൊസിഷൻ എൻട്രി എടുത്തവരുണ്ടാവും, ലോങ് പൊസിഷൻ പോയവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ് ആ ഒരു തൊട്ടടുത്തുള്ള ക്യാൻഡിൽ കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അതൊരു നമുക്കൊരു ബയ്യർ സെല്ലർ വ്യൂവിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അതായത് രാവിലെ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഓൺ ആയതുകൊണ്ട് തന്നെ 22-300 ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ ഫാസ്റ്റായിട്ടൊരു സെല്ലിംഗ് നടക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഷോർട്ട് എൻട്രിക്ക് വേണ്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ എനിക്ക് അധികം ഇവിടെ ഷോർട്ട് പൊസിഷൻ പോകാനായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മറിച്ചിട്ടുള്ള അതേ റെസിസ്റ്റൻസ് 22,231 റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിൽ കറക്റ്റായിട്ട് വന്ന റെസിസ്റ്റൻസ് പിന്നെ ഫേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയാലും അപ്പോൾ ഇതേ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ലോങ് പോയവരൊക്കെ ഉണ്ടാവും, അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയാൽ അപ്പോൾ ആ ഒരു സമയത്ത് നിഫ്റ്റിയുടെ ആ ഒരു ബീറിഷ് ട്രെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള 48,250 അതുപോലെ തന്നെ 48,100 എന്ന് പറഞ്ഞ റേഞ്ചും ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ്. ആ ഒരു റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നിഫ്റ്റിയിൽ കണ്ടതുപോലെ തന്നെ നിഫ്റ്റിയുടെ 22,300 എന്ന് പറയുന്ന സോണ് ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ 48,250 എന്ന് പറയുന്നൊരു സോണ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ 47,900 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ്. കാരണം പല പ്രാവശ്യം അവിടെ വന്ന് റിജക്ഷൻ അടിച്ച് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു ടെക്നിക്കൽ അനലൈസൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊരു പക്കയായിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഒരു ബുള്ളിഷ് സെറ്റപ്പ്, ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പോലുള്ള പാറ്റേൺ ഫോം ചെയ്തിട്ട് ഒരു കറക്റ്റ് ബുള്ളിഷ് സെറ്റപ്പ് അവിടെ ഫോർമേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഒരു നോർമലി ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ ട്രേഡ് എടുക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു സെറ്റപ്പാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് നല്ലൊരു റാലിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നിഫ്റ്റിയിലെ ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ നിഫ്റ്റിയിലെ ഒരു ബീറിഷ്നെസ് കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ബീറിഷ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു 47,900 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കും കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ നമുക്ക് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും 47,900 എന്ന് പറയുന്നൊരു സോണ് ആ ഒരു സോണിൽ വന്ന് ടച്ച് ചെയ്യും. അത് വളരെ വലിയൊരു സെല്ലിങ്ങിലോട്ട് പോവുകയാണ് ചെയ്തത്. അത് പിന്നെ നമുക്ക് ആ ഒരു 47,000 ഒരിക്കൽ പോലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയില്ല. അപ്പോൾ പിന്നീട് ഞാൻ കണ്ടത്, അതായത് ഈ ഒരു സോണിൽ കറക്റ്റായിട്ട് ഈ ഒരു 47,900 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ എക്സ്പെക്ട് ചെയ്തത് തന്നെയായിരുന്നു. ഫാൾസ് ബ്രേക്ക് ഔട്ടായി അത് തിരിച്ച് താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ 47,000 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, തിരിച്ച് വന്ന് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അതായത് കറക്റ്റ് ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഒരു ബുൾസിൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ് ലൈൻ വരച്ചത് ജസ്റ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈനിൽ നമുക്ക് വന്നില്ല, ശരിക്കും ഒരു റീടെസ്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തതിനുള്ള റീസൺ പറഞ്ഞുതരാം. ഈ ഒരു സോൺ എന്ന് പറയുന്നത് രാവിലെ ഞാൻ മാർക്ക് ചെയ്തൊരു ലെവലാണ് ഈ ഒരു യെല്ലോ ഇതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു
ജസ്റ്റ് ഒന്ന് സെല്ലിംഗ് പ്രഷർ വരുന്നു. കറക്റ്റായിട്ട് ഇവിടെ ബുൾസ് എല്ലാം അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ സൈഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു യെല്ലോ ഇതിനകത്ത് കറക്റ്റ് ബുൾസ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ തവണ ടച്ച് ചെയ്യുമ്പോഴും നല്ലൊരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇവിടെ ഒരു ബൈയിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സോണ് 47,900 എന്ന് പറഞ്ഞൊരു സോണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ആ ഒരു ബ്രേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ എൻട്രി പോയവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കാണും. ഈ ഒരു എൻട്രി എടുത്തവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കാണും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നോക്കി. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സെൽ ഓഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പിൽ സെൽ ഓഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ബുൾസ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോൺ നിങ്ങൾക്ക് മനസ്സിലാവും. ബുൾസ് ഓൾറെഡി ആ ഒരു ഡേ ലോന്ന് നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഞാൻ എൻട്രി എടുക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ആവുന്നു. ജസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്ന കണ്ടു, വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ബ്രേക്ക് ചെയ്തു. അതായത് ബുൾസിൻ്റെ ആ ഒരു ബേസ് ബ്രേക്ക് ചെയ്യുന്ന കാണാനായിട്ട് പറ്റി. അപ്പോൾ ബുൾസിൻ്റെ ബേസ് ബ്രേക്ക് ചെയ്തോട് തന്നെ ഞാൻ പിന്നെ എൻട്രി എടുക്കാനുണ്ടായത്. അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓപ്ഷനകത്ത് ജസ്റ്റ് ഒരു 40 പോയിൻറ്റ്സിനടുത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുൾസ് ഈ ഒരു ബേസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിയേഴ്സിന് അവിടെ ഒരു ബുൾസ് ലോങ് പോയവരൊക്കെ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കണ്ടായിരുന്നു വളരെ വലിയൊരു ഫാൾ കണ്ടു. ക്വിക്കായിട്ടൊരു ജസ്റ്റ് അടുത്തൊരു 15 മിനിറ്റിനകം ഒരു ക്വിക്ക് ഫാൾ കിട്ടി. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും കറക്റ്റ് ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ബേസിക്കലി എക്സിറ്റ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്, 10.4 ക്യാൻഡിലാണ് ശരിക്കും എക്സിറ്റ് ചെയ്തത്. ഞാൻ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിരുന്നു ഞാൻ എക്സിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അടുത്തൊരു സെക്കൻഡ് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ആ ഒരു നമ്മളിന്ന് കണ്ട ആ ഒരു ഓർഡർ അവിടെ ഒരു എക്സ്ട്രാ ഓർഡർ അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഓർഡർ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ 10-15 ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് ആവാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ആ ഓപ്ഷനിൽ അത്രയും റിവാർഡും കിട്ടിയില്ല. എന്നാലും നമുക്ക് 1:2 അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ട് സോണിൽ വന്ന് തിരിച്ച് ഈ ഒരു സോണിൽ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. നാളെ നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.